ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മേരെ ഹസ്ബൻഡ് കി ബീവി എന്ന് പറയുന്ന ഹിന്ദി മൂവിയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ അങ്കുർ അവന്റെ ഭാര്യ പ്രബ്ലീൻ അവനെ ഉപദ്രവിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നതാണ്. ഞെട്ടി ഉണർന്ന അവൻ പോയിട്ട് തന്റെ കബോർഡിൽ നിന്നും ഒരു ഫയൽ എടുത്ത് തുറന്നു നോക്കുന്നു. അതിൽ അവന്റെ ഡിവോഴ്സ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. പ്രബ്ലീനും അവനും ഡിവോഴ്സ് ആയിട്ട് ഏകദേശം 2 വർഷമായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും അവന്റെ സ്വപ്നത്തിൽ അവൾ വരാറുണ്ട്. അവർ ഒരുമിച്ച് താമസിച്ചിരുന്ന കാലത്ത് അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ അവനെ ഇന്നും അലട്ടുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അവന്റെ ഫ്രണ്ട് രഹാൻ വിളിച്ചിട്ട് അവനാകട്ടൊരു ബാച്ചിലർ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. നീ ഇപ്പോഴും പ്രബിനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ മര്യാദയ്ക്ക് നിന്റെ ജീവിതം ആസ്വദിക്കാനാണ് രഹാൻ പറയുന്നത്. ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയെങ്കിലും രഹാൻ ഇപ്പോഴും പ്രഭുവായിട്ട് നല്ല കൂട്ടായിരുന്നു. ആ ബാച്ചിലർ പാർട്ടിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അവനാകട്ടെ തന്റെ അച്ഛനെയും കാണുന്നുണ്ട്. വിവാഹിതനായിട്ടും അവന്റെ അച്ഛൻ ഈ പാർട്ടിയെല്ലാം എൻജോയ് ചെയ്യുന്നു. ഡിവോഴ്സ് ആയിട്ടും ഇവനിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനിയെങ്കിലും നീ നിന്റെ ജീവിതത്തിൽ കുറച്ച് റൊമാൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാനാണ് അവന്റെ അച്ഛൻ അവനെ ഉപദേശിക്കുന്നത്. അവിടെ കണ്ട ഒരു റഷ്യൻ പെൺകുട്ടിയുമായിട്ട് അവൻ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയെ കണ്ടപ്പോഴും അവൻ എക്സ് വൈഫ് പ്രബിനെ പോലെയാണ് തോന്നുന്നത്. അത് കാരണം അവിടെ നിന്നും പേടിച്ചോടുന്നു. നീ ഇനി ഇവിടെ നിൽക്കാതെ നിന്റെ അച്ഛൻ പറഞ്ഞ പ്രകാരം ഋഷികേശിൽ പോകാനാണ് രഹാൻ അവനോട് പറയുന്നത്. അവർക്ക് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ പോയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് വിൽക്കാനാണ് ഇവന്റെ അച്ഛൻ ഇവനോട് കുറച്ച് നാളായിട്ട് പറയുന്നത്. പ്രബിന്റെ ഓർമ്മകൾ അവനെ വേട്ടയാടുന്ന കാരണം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അവൻ ഋഷികേശിലേക്ക് പോകാൻ സമ്മതിക്കുന്നു. അങ്ങനെ അവിടെ എത്തി പ്രോപ്പർട്ടീസ് ഒക്കെ ഓരോരുത്തരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഹാങ് ഗ്ലൈഡിംഗ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയാകട്ടെ ഇവരുടെ ഈ പ്രോപ്പർട്ടിയിൽ വന്നാണ് ലാൻഡ് ചെയ്യുന്നത്. അവൻ ആ പെൺകുട്ടിയെ വഴക്ക് പറയാൻ ചെല്ലുമ്പോഴാണ് അവളെ അവന് കണ്ട് നല്ല പരിചയമുണ്ടെന്ന് മനസ്സിലാകുന്നത്. അത് അന്തര എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. കോളേജിലെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അവള്. അന്നേ ഒരുപാട് പേർക്ക് ഇവളോടൊരു ക്രഷ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നാൽ ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായത് കാരണം ആരും ഇവളുടെ പുറകെ നടന്നതുമല്ല. കോളേജിൽ വെച്ച് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അന്തരയും ഇവനെ ഓർത്തെടുക്കുന്നുണ്ട്. എന്നാൽ ഇവന്റെ പേര് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പരസ്പരം വീണ്ടും പരിചയപ്പെടുന്നു. അവൾ ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു. കൂടെ ഹാങ് ഗ്ലൈഡിംഗിന്റെ കോച്ചുമാണ്. താൻ 2 ആഴ്ചത്തേക്ക് ഋഷികേശിലേക്ക് വന്നതാണെന്നും ഫാമിലി എല്ലാം തന്നെ പുറത്താണെന്നും അവൾ പറയുന്നുണ്ട്. തിരിച്ചു റൂമിലെത്തിയ അങ്കുറാകട്ടെ രഹാനെ വിളിച്ചിട്ട് അന്തരയുടെ കാര്യം പറയുന്നുണ്ട്. അവളെ നീ കണ്ടുമുട്ടിയ സ്ഥിതിക്ക് അവളുമായിട്ടുള്ള കോണ്ടാക്ട് വിടണ്ടെന്നും നീ അവളെ ഇംപ്രസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാനോ അവനോട് ആവശ്യപ്പെടുന്നു. രഹാൻ അവനെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത കാരണം അവനാകട്ടെ അന്തരയുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഹാങ് ഗ്ലൈഡിംഗ് പഠിക്കാൻ എന്ന വ്യാജന അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവന് നല്ല ധൈര്യമാണെന്നൊക്കെ വിചാരിച്ച് ഇവനെയും കൊണ്ട് ഇവളാകട്ടെ ഹാങ് ഗ്ലൈഡിങ്ങിന് പോകുന്നു. എന്നാൽ അവൻ ഒടുക്കത്തെ പേടിയായിരുന്നു. ആകാശത്തേക്ക് പറന്നുയർന്നതോ അവൻ കിടന്ന് കരയാൻ തുടങ്ങി. എന്നെ എങ്ങനെയെങ്കിലും നിലത്തിറക്കുന്നു പറഞ്ഞിട്ട് ബാലൻസ് പോയി രണ്ടുപേരും വീഴുന്നതിന് മുൻപേ എങ്ങനെയൊക്കെ അവള് താഴെ ഇറക്കി. അവന്റെ ഈ പേടിയൊക്കെ കണ്ടിട്ട് അവള് വല്ലാതെ ചിരിക്കാനും തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അവർ ഒരുമിച്ച് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുകയും പരസ്പരം കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. അവൾ അവളുടെ ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ട്. അവളുടെ അമ്മയും അച്ഛനും ഡിവോഴ്സ് ആണ്. അവൾക്കൊരു ചേട്ടനുണ്ട്, റിക്കി എന്നാണ് പേര്. ഇവൾ ഇപ്പോൾ സിംഗിൾ ആയിരുന്നു. അവന്റെ മാരേജിനെ പറ്റി ചോദിക്കുമ്പോൾ അവൻ കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. അവൻ ഒരുപാട് സമയം ഇങ്ങനെ നമ്മുടെ അന്തരയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതെല്ലാം തന്നെ അവന്റെ അച്ഛനും കാണുന്നുണ്ട്. അവൻ ജീവിതത്തിൽ വീണ്ടും കൂടുതൽ സന്തോഷിക്കുന്ന കാണുമ്പോൾ അവന്റെ അച്ഛനും ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം അന്തരയുടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടിയ ശേഷം ബാക്കി എല്ലാവരും പിരിഞ്ഞു പോയെങ്കിലും നല്ലപോലെ മദ്യപിച്ച കാരണം അങ്കുർ മാത്രം അവിടെ കിടന്നുറങ്ങിയായിരുന്നു. അന്തര രഹാനോട് പറയുന്നുണ്ട് അത് സാരമല്ല, അവൻ അവിടെ കിടന്നോട്ടെ എന്ന്. എന്നാൽ രാത്രിയിൽ അങ്കുറാകട്ടെ വല്ലാതെ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. പേടിച്ചു പോയ അന്തര അടുത്തേക്ക് വന്നിട്ട് അവനോട് ചോദിക്കുമ്പോൾ അവനാകട്ടെ പ്രബ്ലീൻ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചു വരച്ചിരിക്കുകയായിരുന്നു. പ്രബ്ലീന്റെ പേര് കേട്ടതും അന്തരയ്ക്ക് അവളെ ഓർമ്മ വരുന്നു. കാരണം കോളേജിൽ വെച്ചിട്ട് അന്തരയും പ്രബ്ലീനും തമ്മിൽ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇവള് ഷോർട്സ് ഇട്ട് നടക്കുന്നതിന് പ്രബ്ലീനാകട്ടെ ഇവളെ ഓരോന്ന് പറഞ്ഞ് കമന്റ് അടിക്കുമായിരുന്നു. അതുപോലെ തിരിച്ച് അന്തരയും നല്ല മറുപടി പ്രബ്ലീന് കൊടുക്കുമായിരുന്നു. അങ്ങനെ പണ്ടേ തന്നെ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രബ്ലീൻ തന്നെയായിരുന്നു അങ്കുറിന്റെ എക്സ് വൈഫ് എന്നറിഞ്ഞപ്പോൾ ശരിക്കും അന്തര ഞെട്ടിപ്പോയി. അവൾ അങ്കുറിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ആ ചാപ്റ്റർ തീർന്നു പോയതല്ലേ, വീണ്ടും എന്തിനാ നീ അതാലോചിച്ച് പേടിക്കുന്നതെന്ന്. അങ്ങനെ അങ്കുറാകട്ടെ പ്രബ്ലീന്റെ അവന്റെ കഥ അവളോട് പറയുകയാണ്. കോളേജിലെ ഒരു ഫംഗ്ഷന് വെച്ചിട്ടാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. പ്രബ്ലീനാകട്ടെ അങ്കുറിനോട് വന്ന് പറയുന്നുണ്ട് താൻ അത്യാവശ്യം നല്ലപോലെ മദ്യപിച്ചിരിക്കുകയാണ്. ആ കാണുന്ന ഒരു പയ്യനില്ലേ, അവൻ എന്നെ നോക്കി വല്ലാണ്ട് സൈറ്റ് അടിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ചു അവനെ സൈറ്റ് അടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഒന്നും തന്നെ ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ എന്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് അവന്റെ കൂടെ എങ്ങാനും പോവുകയാണെങ്കിൽ എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആ സമയം തന്നെ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണമെന്ന്. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അങ്കുർ അവളോട് ചോദിക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം ഡീസന്റ് ആയിട്ട് തോന്നിയ ആള് നിങ്ങളാണെന്നും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞിട്ട് അവള് പോകുന്നു. അതുകൊണ്ട് അങ്കുറാകട്ടെ ഓരോ 5 മിനിറ്റിലും അവളെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അവളാകട്ടെ ആ പയ്യന്റെ കൂടെ പോകുന്നുണ്ട്. അതിനു മുൻപ് അവൻ വന്നിട്ട് അവളോട് പറയുന്നുണ്ട് ശരിക്കും ഇതൊരു ബെറ്റായിരുന്നു എന്ന്. ഞാൻ ആ പയ്യനുമായിട്ട് ബെറ്റ് വെച്ചതാ. അവൻ എന്റെ ഫ്രണ്ടാണ്. ഞാൻ ഇവിടെ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അയാള് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമെന്ന് ഞാൻ അവനോട് ബെറ്റ് വെച്ചു. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് വന്നൊരു കള്ളം പറഞ്ഞാ. നിങ്ങൾ വളരെ നല്ല മനുഷ്യനാ. അതുകൊണ്ട് തന്നെ ഓരോ 5 മിനിറ്റിലും എന്നെ നോക്കി. ആ ബെറ്റിൽ ഞാൻ ജയിക്കുകയും ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് അവൾ ഒരുപാട് വ്യത്യസ്തയാണെന്ന് അങ്കുറിന് തോന്നി. പിന്നീട് അങ്ങോട്ട് അവർ പലതവണ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്യുകയായിരുന്നു. 4 വർഷം അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നോർമലായിട്ട് അവൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ അത് ചെയ്യുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരിക്കൽ പ്രബ്ലീനാകട്ടെ നാട്ടിലേക്ക് പോയ സമയത്ത് അങ്കുർ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാരണം അന്ന് രാത്രി തന്നെ വണ്ടി ഓടിച്ച് അവളുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. രാവിലെ തന്നെ നല്ല സിനിമാ സ്റ്റൈലില് അവളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് അവളെ പ്രപ്പോസ്
പ്രപ്പോസ് ചെയ്യുന്നു. അവളും അവളുടെ വീട്ടുകാരും എല്ലാം തന്നെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. അവൻ തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രബ്ലീൻ പോലും അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവൾ ആഗ്രഹിച്ച പോലെ ഒരു സിനിമ സ്റ്റൈൽ പ്രപ്പോസ് തന്നെയായിരുന്നു അത്. എന്നാൽ അവൾ ഒന്നും നോർമലായിട്ട് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടുകാർ ചോദിച്ചപ്പോൾ അവള് പറയുന്നുണ്ട് ഇതാരാണെന്ന് തനിക്കറിയില്ല എന്ന്. അതോടുകൂടി അവളുടെ വീട്ടുകാരും നാട്ടുകാരും പ്രശ്നമുണ്ടാക്കുകയും ഇവനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് വന്നിട്ട് അവളാകട്ടെ അവനെ പുറത്തിറക്കുന്നു. ഈ ഒരു മൊമെന്റ് നീ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് അവള് പറയുന്നത്. അത് അവളുടെ ഒരു സ്റ്റൈലായിരുന്നു. അവളെ പ്രപ്പോസ് ചെയ്ത സ്ഥിതിക്ക് അവൾ അവന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് ഇവരുടെ വിവാഹം കഴിയുകയും ചെയ്യുകയാണ്. അവളൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. കൂടുതലും ഫീൽഡ് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. വിവാഹശേഷം ആദ്യമൊന്നും കുഴപ്പമില്ലാതെ പോയി. പിന്നീട് രണ്ടുപേരും അവരവരുടെ ജോലികളിൽ ബിസി ആയിരുന്നു. ആ സമയത്ത് അങ്കുറാകട്ടെ ഇവൾക്ക് വേണ്ടിട്ട് ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ ഇവളുടെ ഓഫീസിലേക്ക് അയക്കും. എന്നാൽ അതൊക്കെ നോക്കാനോ അവന്റെ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനോ ഒന്നും തന്നെ പലപ്പോഴും അവൾക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അങ്കുറിനെ ഒരുപാട് വേദനിപ്പിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് ഒരു സിനിമ പോലും ഇവർക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് എപ്പോഴും ജോലി തിരക്ക് തന്നെയായിരുന്നു. അവളുടെ ജോലി തിരക്കിന്റെ ഇടയിൽ വീട്ടിലെ പല സാധനങ്ങളും തീർന്നു വന്നു അത് വാങ്ങിക്കൊണ്ടുവരാനും ഒക്കെ അവളുടെ അമ്മായിയമ്മ അവളെ ഫോണിൽ വിളിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യത്തിന് ഇവരിങ്ങനെ വിളിച്ച് അവളെ ശല്യപ്പെടുത്തുന്ന കാരണം അവൾക്ക് മര്യാദയ്ക്ക് ജോലി എടുക്കാൻ പോലും പറ്റിയില്ല. പല സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരാനും അവൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. സ്വന്തം അമ്മയെ പോലെയാണ് അവളാകട്ടെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയോട് എങ്ങനെയാണ് എക്സ്ക്യൂസ് പറയുന്നത് അതുപോലെ തന്നെ അവരോടും അവൾ എക്സ്ക്യൂസസ് പറഞ്ഞു. എന്നാൽ അത് അങ്കുറിന് പലപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നീ നിന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്റെ അമ്മയോട് പറയരുതെന്ന് അങ്കുർ അവളോട് പറയുന്നു. എന്നാൽ തന്റെ വർക്ക് പ്രഷർ കാരണം തനിക്ക് വീടും ജോലിയും എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും അതുകൊണ്ട് നമുക്ക് പേരന്റ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരിടത്ത് ഫ്ലാറ്റ് എടുക്കാമെന്നും അവൾ പറയുന്നു. അവളുടെ ആ ആവശ്യത്തിന് അവനും സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പേരന്റ്സിന്റെ വീട്ടിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീടും അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അവൾ വെളുപ്പിന് 3 മണിക്കൊക്കെയാണ് പലപ്പോഴും ജോലി കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം അങ്ങനെ വരുമ്പോൾ ഇവനും കൂട്ടുകാരും ചേർന്നിട്ട് അവിടെ പാർട്ടി നടത്തിയതിന്റെ ഒരുപാട് വേസ്റ്റുകൾ കിടപ്പുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ജോലിക്കാരി വന്ന് അതെല്ലാം ക്ലീൻ ആക്കും. എന്നാൽ പോലും അവൾ രാത്രി അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് പിറ്റേന്ന് രാവിലെ അവനുമായിട്ട് വഴക്കിടുന്നു. താൻ രാത്രിയിൽ വന്നിട്ട് ഇതെല്ലാം ക്ലീൻ ആക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ ചോദിക്കുന്നുണ്ട് രാവിലെ ജോലിക്കാരി വന്നതെല്ലാം ക്ലീൻ ആക്കില്ലേ, നീ എന്തിനാ അതൊക്കെ ചെയ്യാൻ നിന്നതെന്ന്. മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്നത് നീ മാത്രമല്ല ഞാനും ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുന്നു. എന്നാൽ സ്വന്തം അച്ഛന്റെ ബിസിനസ്സിൽ കൂടെ നിന്ന് ചെയ്യുന്നത് അത്ര വലിയ ജോലിയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവനെ അവൾ ചെറുതാക്കി സംസാരിക്കുന്നു. ജോലി എന്ത് തന്നെയാണെങ്കിലും ഞാനും അത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ചെയ്യുന്നതെന്നും അതിന് നല്ലൊരു സാലറി തനിക്ക് കിട്ടുന്നുണ്ടെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പരസ്പരം വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവർ തമ്മിലുള്ള ആ വഴക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിറ്റേന്നാകട്ടെ അവള് വൈകുന്നേരം നേരത്തെ എത്തി അവന് വേണ്ടിയിട്ട് ഡിന്നർ എല്ലാം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനാകട്ടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ വീട്ടിലായിരുന്നു. അത് കാരണം അവളുടെ കോൾ അറ്റൻഡ് ചെയ്തതുമില്ല. ആ ദേഷ്യത്തിലാകട്ടെ അവൾ ആ കറിയെല്ലാം എടുത്തിട്ട് അവന്റെ കാറിന്റെ മുകളിലേക്ക് ഒഴിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിന്റെ അടുത്തേക്ക് വന്നതും അവൻ ഇതെല്ലാം കണ്ട് ആകെ ദേഷ്യത്തിലായി. അങ്ങനെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ അവനത് രഹാനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അവൾ ഓൾറെഡി തന്നെ പണ്ടേ ഇങ്ങനെയല്ലേ, നിനക്കത് അറിയാവുന്നതല്ലേ എന്നൊക്കെ രഹാൻ ചോദിക്കുന്നു. ആ സമയത്ത് അവളുടെ കോൾ അവന് വരുന്നുണ്ട്. താൻ 2 ഫാമിലീസിനെ ഇവിടെ വിളിച്ചിട്ടുണ്ട്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. വീട്ടിലെല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അവൻ വന്ന ഉടനെ അവളോട് പറയുന്നുണ്ട് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കണം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തോ എന്ന്. ഡിവോഴ്സിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും അവൾ വിളിച്ചതെന്നാണ് അവൻ വിചാരിക്കുന്നത്. എന്നാൽ അവൾ പറയുന്നുണ്ട് താൻ പ്രഗ്നന്റ് ആണെന്ന്. ആ ന്യൂസ് കേട്ടതും അവനുൾപ്പെടെ എല്ലാവരും ഒരുപാട് ഹാപ്പിയായി. അവർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ മറന്നിട്ട് അവർ വീണ്ടും പഴയ പോലെ സ്നേഹത്തോടെ താമസിക്കാൻ തുടങ്ങി. നീ ജോലിക്കൊക്കെ പോകുന്ന കൊള്ളാം, നമ്മുടെ കുഞ്ഞിന് ഒരു പ്രശ്നവും വരരുതെന്ന് അവൻ പറയുന്നുണ്ട്. താൻ അതെല്ലാം നല്ലപോലെ കെയർ ചെയ്തോളാം എന്ന് അവന് വാക്കും കൊടുക്കുന്നുണ്ട്. അവളുടെ ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവൾ വർക്കിന് പോകുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന്. അവന്റെ ആ ടെൻഷൻ സത്യമാവുകയും ചെയ്തു. ഒരിക്കൽ ജോലിക്കിടെ ഇവൾക്ക് അപകടം പറ്റുകയും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതറിഞ്ഞ ആകെ ടെൻഷനായി അവൻ എത്തിയപ്പോൾ അവൾ പറയുന്നുണ്ട് തനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല എന്ന്. പ്രഗ്നൻസി ടൈമിൽ ഇത്രയും സ്ട്രെസ്സോ അപകടമുള്ള ജോലി ചെയ്യേണ്ടതെന്ന് അവളോട് നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാത്ത കാരണമാണല്ലോ ഇങ്ങനെയെല്ലാം വന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവളോട് വഴക്കുണ്ടാക്കുന്നു. മാത്രമല്ല അവളുടെ ഓഫീസിലേക്ക് പോയിട്ട് അവളുടെ സാധനങ്ങളെല്ലാം എടുക്കുകയും അവൾ ഇനി ഇവിടെ ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മാനേജറുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവളുടെ മാനേജറെ വിളിച്ച് അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ വന്നാലും നീ തിരിച്ച് ഓഫീസിലേക്ക് വരണ്ടാന്നും അവളോട് പറയുന്നു. തന്റെ അനുവാദമില്ലാതെ അവൻ പോയി അങ്ങനെയെല്ലാം കാണിച്ചത് കാരണം അവൾക്ക് ആകെ ദേഷ്യമായിരുന്നു അവനോട്. അന്ന് രാത്രി മുഴുവൻ അവൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അവനെ ഫോൺ ചെയ്തെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. പിറ്റേന്ന് രാവിലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുമായിട്ട് സോറി പറയാൻ വേണ്ടിയിട്ട് അവൻ വരുന്നുണ്ട്. താൻ കുറച്ച് ഓവർ റിയാക്ട് ചെയ്തു എന്നും തനിക്കതിൽ ഒരുപാട് വിഷമമുണ്ടെന്നും അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അവൾ അവിടെ എങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ വീട്ടിലെവിടെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു പേപ്പർ അവൻ ശ്രദ്ധിക്കുന്നത്. അതിൽ എഴുതിയിരുന്നത് എങ്ങനെയായിരുന്നു, നമ്മൾ രണ്ടുപേരും പേരൻസ് ആവാൻ ഇപ്പോൾ റെഡിയല്ല എന്ന് എനിക്ക് തോന്നുന്നുവെന്ന്. അവൻ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലുമ്പോഴേക്കും അവൾ തന്റെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്കുറിന് അത് താങ്ങാൻ സാധിച്ചില്ല. തന്നോട് ആലോചിക്കുക പോലും ചെയ്യാതെ അവൾ ഇത്രയും വലിയൊരു കടുങ്കൈ ചെയ്യുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിന്റെ പേരിൽ അവർക്കിടയിലെ പ്രശ്നങ്ങൾ കൂടുകയും രണ്ടുപേരും പരസ്പരം ഡിവോഴ്സ്
ഡിവോഴ്സ് ആവുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം അങ്കുർ ആകെ തളർന്നു പോയിരുന്നു. ഇപ്പോഴും അവളുടെ ഓർമ്മകൾ അവനെ വേട്ടയാടാറുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അന്തര അവനെ സമാധാനിപ്പിക്കുന്നു. നീ ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടെന്നും പറയുന്നു. അന്ന് രാത്രി മുഴുവൻ അന്തര ആലോചിക്കുകയായിരുന്നു അങ്കുറിനെ പ്രണയിക്കുന്നുണ്ടെങ്കിലും അവന്റെ കൂടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന്. അവൾ തന്റെ കഥയെല്ലാം കേട്ടിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല എന്ന് രഹാനോട് അങ്കുർ പറയുന്നുണ്ട്. താൻ അവളോട് മാരേജിനെ പറ്റി സംസാരിച്ചാലോ എന്ന് അങ്കുർ ചോദിക്കുന്നു. എന്നാൽ രഹാൻ പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ മാരേജ് എന്ന് പറഞ്ഞിട്ട് എടുത്തു ചാടാൻ നിൽക്കണ്ട എന്ന്. കാരണം അവളെ സംബന്ധിച്ച് ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ്. നീ ഒരു തവണ മാരേജ് കഴിച്ചത് കൊണ്ടാണ് നിനക്ക് ഇതൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് തൽക്കാലം നീ അവളെ ഒന്ന് പോയി കണ്ട് സംസാരിക്കാനാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. അയാൾ തലേന്ന് തന്നെ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്കുറിന്റെ കഥകളെല്ലാം തന്നെ അയാൾ അറിഞ്ഞു. തലേന്ന് അന്തര വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. അവൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പില് ഇപ്പോഴും സംശയമാണെന്ന് അയാൾ പറയുന്നു. അങ്കുർ വന്ന് അന്തരയോട് സംസാരിക്കുന്നു. നമ്മുടെ ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്റെ ബന്ധത്തിന്റെ പാസ്റ്റ് എന്തായിരുന്നു എന്ന് എനിക്കറിയാം. ആ റിലേഷൻഷിപ്പില് നീ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നീ അവളെ പ്രപ്പോസ് ചെയ്ത രീതിയും അവളുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈമും എല്ലാം തന്നെ നീ എക്സ്പീരിയൻസ് ചെയ്തതാണ്. പക്ഷെ അതൊന്നും തന്നെ തന്റെ ലൈഫിലില്ല. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും നിനക്ക് വീണ്ടും ചെയ്യണമെന്ന് ചിലപ്പോൾ തോന്നില്ല. കാരണം അതെല്ലാം നീ ലൈഫിൽ ഒരു തവണ ചെയ്തതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിന്നിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സ്നേഹം ചിലപ്പോൾ കുറവാണെന്ന് എനിക്ക് തോന്നും. അത് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാത്തതാണ് നല്ലതെന്ന് അവൾ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അങ്കുറിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൻ റഹാനുമായിട്ട് സംസാരിക്കുന്നു. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയെങ്കിലേ പറ്റൂ. തന്റെ ഉള്ളില് അതുപോലൊരു റോമിയോ ഇപ്പോഴും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. പ്രബ്ലീനെ താൻ സിനിമ സ്റ്റൈലില് പ്രപ്പോസ് ചെയ്ത പോലെ അവളെയും തനിക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. അവളെ അതുപോലെ സ്നേഹിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവനൊരു പ്ലാൻ ഇടുന്നു. പിറ്റേന്ന് അവളൊരു മാളിലായിരുന്നു. റഹാനെ കൊണ്ട് അവളെ കോള് ചെയ്യിക്കുന്നു. എന്നിട്ട് അവൾ എവിടെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവനാകട്ടെ പാരാഗ്ലൈഡിങ്ങിന്റെ സഹായത്തോടു കൂടി അവളുടെ അടുത്തേക്ക് ആകാശത്ത് നിന്നും ആ മാളിന്റെ ഫ്രണ്ടിലേക്ക് പറന്നിറങ്ങുന്നു. പ്രബ്ലീനെ താൻ പ്രപ്പോസ് ചെയ്ത് റോഡ് മാർഗം പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആകാശമാർഗം വന്നിട്ട് ഈ മാളിലുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് പ്രബ്ലീനെ പ്രപ്പോസ് ചെയ്തതിനേക്കാളും സൂപ്പറായിട്ട് അവളെ അവൻ പ്രപ്പോസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഉള്ള പ്രണയമൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നും പ്രബ്ലീന് വേണ്ടി താൻ ചെയ്തതിനേക്കാൾ കൂടുതൽ അന്തരിക്ക് വേണ്ടിയിട്ട് തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവളെ വിശ്വസിപ്പിക്കുകയാണ് അവൻ. അവനാ ചെയ്തതെല്ലാം തന്നെ അന്തരിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവന്റെ പ്രപ്പോസലാകട്ടെ അവൾ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ അവരൊരുമിച്ച് ആ രാത്രി അങ്കുറിനെ തേടി വലിയൊരു പ്രശ്നം വരുന്നു. പ്രബ്ലീന് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവളുടെ മാതാപിതാക്കൾ അവനെ വിളിക്കുന്നു. തലയ്ക്ക് ക്ഷതമേറ്റ അവൾക്കാകട്ടെ മെമ്മറി ലോസ് വന്നിട്ടുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബോധം വന്നു കഴിയുമ്പോൾ അവൾ അവനോട് സംസാരിക്കുന്നത് അവൻ അവളെ പ്രപ്പോസ് ചെയ്ത കാര്യത്തെ പറ്റിയായിരുന്നു. അതായത് അവളുടെ 5 വർഷത്തെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ വിചാരിച്ചിരിക്കുന്നത് അങ്കുർ അവളെ പ്രപ്പോസ് ചെയ്ത ദിവസമാണിതെന്ന്. അതിനുശേഷം അവരുടെ മാരേജ് കഴിഞ്ഞതും അവർ ഡിവോഴ്സ് ആയതും അവർക്കിടയിലെ പ്രശ്നങ്ങളും ഒന്നും തന്നെ അവൾക്ക് ഓർമ്മയില്ല. ഇത് കേട്ട് അങ്കുർ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് അവരോട് പറയുന്നുണ്ട് ഇവൾക്ക് ഇപ്പോൾ ഒരു ഷോക്കും കൊടുക്കാൻ പാടില്ല എന്നും അതുകൊണ്ട് തൽക്കാലം ഇവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്നും. കാര്യങ്ങളെല്ലാം മറന്ന അവള് വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അങ്കുറിന്. അവൻ അന്തരെ പ്രപ്പോസ് ചെയ്ത ദിവസം തന്നെ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. ഇനി അവളോട് എന്ത് പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവൻ. എല്ലാ കാര്യങ്ങളും കേട്ടുകഴിഞ്ഞ അന്തരയാകട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. അവൾ ഒടുവിൽ പറയുന്നുണ്ട് പ്രബ്ലീന് മെഡിക്കൽ ഹെൽപ്പാണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്തായാലും അവളുടെ കൂടെ തന്നെ നിൽക്കാം. പക്ഷേ അവൾ ഒരിക്കലും നമുക്കിടയിൽ വരാൻ പാടില്ല എന്ന്. ഓർമ്മ തിരിച്ചു കിട്ടാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്കിടയിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ കറക്റ്റ് ആ സമയത്ത് തന്നെ പ്രബ്ലീന്റെ കോള് വരുന്നു. അവളോട് വീട്ടുകാര് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് കഴിഞ്ഞതും ഒക്കെ. അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്കുറിനോട് അവളെ വരാൻ പറഞ്ഞത്. എന്നാലും നമുക്കിടയിൽ എന്ത് പ്രശ്നമാണ് വന്നത്, നമ്മളെങ്ങനെ ഡിവോഴ്സ് ആയതെന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. ഇനി നിനക്ക് വല്ല അഫയറും വന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ഒരുപാട് ദേഷ്യപ്പെടുന്നു. എന്താ എനിക്ക് മാത്രം അഫയർ ആയിട്ട് ഡിവോഴ്സ് ആകാൻ പറ്റുമോ, നിനക്ക് അഫയർ വന്നിട്ട് ഡിവോഴ്സ് ആയിക്കൂടെ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. ഇവിടെ വരാനേ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോയി. അവൾ രഹാനോട് സംസാരിക്കുന്നു. 3 വർഷം നിങ്ങൾ മാരീഡ് ആയിരുന്നു, അതിനുശേഷം ഡിവോഴ്സ് ആയി. അത് കഴിഞ്ഞിട്ടുള്ള 2 വർഷം നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എന്നാൽ നീ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴും 5 വർഷം മുൻപുള്ള ആ പ്രപ്പോസ് ഡേയിലാണ്. അതുകൊണ്ട് നിന്നെ സംബന്ധിച്ച് ഒന്നും മാറിയിട്ടില്ല. എന്നാൽ അങ്കുറിനെ സംബന്ധിച്ച് എല്ലാം തന്നെ മാറി. അവൻ നിന്നേക്കാളും ഒരുപാട് മുന്നിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. നീ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം തന്നെ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് അവളോട് പറയുന്നു. എന്നാൽ അവളെ കൊണ്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്കുറും അവളും തമ്മിലുള്ള വൈവാഹിക ജീവിതം 3 വർഷം കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല രഹാന്റെ വായിൽ നിന്നും അറിയാതെ പുറത്തു വീഴുന്നുണ്ട് അങ്കുറും അന്തരയും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം. ഇതും കൂടി കേട്ടതോടെ പ്രബ്ലീൻ ആകെ ദേഷ്യത്തിലായി. ഓൾറെഡി തന്നെ അന്തരയുമായിട്ട് അവൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒരു കാരണവശാലും ഞാൻ തോറ്റിയെടുത്ത് അവള് ജയിക്കാൻ പാടില്ല എന്നുള്ള വാശി അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവളാകട്ടെ തന്റെ പെയിൻ മാറ്റാനെന്നുള്ള രീതിയിൽ അന്തരെ കാണാൻ പോകുന്നു. അങ്കുറിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അതെല്ലാം തന്നെ. തന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അങ്കുറിന്റെ ഹെൽപ്പ് തനിക്ക് ആവശ്യമാണെന്നും എന്നാൽ നിനക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് അങ്കുറിനെ ഹെൽപ്പ് ചെയ്യാതിരിക്കുകയാണെന്നും അന്തരയോട് പ്രബ്ലീൻ പറയുന്നു. എന്നാൽ അന്തര പറയുന്നുണ്ട് താൻ വളരെയധികം ഓപ്പൺ മൈൻഡഡ് ആണെന്നും അങ്കുറിന്റെ ഹെൽപ്പ് താൻ തേടിയെന്ന് കരുതിയിട്ട് എനിക്കിതിലൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല എന്ന് അന്തര പറയുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് പ്രബ്ലീൻ പ്ലാൻ ചെയ്ത പ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങിയത്. അവള് അന്തരയുടെയും അങ്കുറിന്റെയും കൂടെ ഫുൾ ടൈം
സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്കുറിന്റെ അടുത്ത് അവൾ കൂടുതൽ ഇടപഴകുന്നത് അന്തരയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പോലും പ്രബ്ലിന്റെ മെഡിക്കൽ കണ്ടീഷൻ ആലോചിച്ചപ്പോൾ അവൾ അതൊന്നും തന്നെ കാര്യമാക്കിയില്ല. അങ്കുറിന്റെ മാതാപിതാക്കളെ ഇംപ്രസ് ചെയ്യാനും പ്രബ്ലിൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ താൻ ചെയ്ത തെറ്റെല്ലാം തന്നെ ഇത്തവണ തിരുത്തണമെന്നായിരുന്നു അവളുടെ മനസ്സിൽ. ആ തെറ്റ് എന്താണെന്ന് പോലും അവൾക്ക് അറിയില്ലെങ്കിലും അവരെ എല്ലാം തന്നെ ഇംപ്രസ് ചെയ്യാൻ അവൾ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ ഒരുമിച്ച് ഒരു ദിവസം ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് പ്രബ്ലീനാകട്ടെ ഡ്രസ് ചേഞ്ചിങ് റൂമിൽ കയറി നിന്നുകൊണ്ട് തന്റെ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്യുന്നുണ്ട്. നിനക്ക് ഷോൾഡർ പെയിൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്തരയുടെ ക്ലിനിക്കിലേക്ക് വിളിക്കണമെന്നും അത്യാവശ്യമായിട്ട് അന്തരയോട് അവിടെ വരണമെന്ന് പറയണമെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവൾ അങ്കുറിനെ വിട്ടിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്കുറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ പെണ്ണെ ഒഴിവാക്കാൻ ഇതേ ഉള്ളു വഴി. എന്നാൽ ഇവൾ ഇതെല്ലാം ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് തൊട്ടപ്പുറത്തെ ചേഞ്ചിങ് റൂമിൽ നിന്നിരുന്ന അന്തര കേൾക്കുന്നു. അതോടുകൂടി അന്തരയ്ക്ക് മനസ്സിലായി ഇവള് ഹെൽപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല വന്നിരിക്കുന്നതെന്നും അങ്കുറിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണെന്നും എല്ലാം തന്നെ ഇവളുടെ പ്ലാനിംഗ് ആണെന്ന്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അന്തരയും പ്രബ്ലീനും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആണ്. അവള് പിറ്റേന്നാകട്ടെ പ്രബ്ലീനെ തന്റെ വീട്ടിലേക്ക് വിളിച്ച ശേഷം രാവിലെ അങ്കുറുമായിട്ട് റൊമാൻസ് ചെയ്യുന്നു. അതിന്റെ സൗണ്ട് എല്ലാം തന്നെ താഴെ പ്രബ്ലീൻ കേൾക്കുന്ന രീതിയിലായിരുന്നു ചെയ്യുന്നത്. പ്രബ്ലീൻ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. താഴേക്ക് ഇറങ്ങി വന്ന ശേഷം അവളോടായിട്ട് പറയുന്നുണ്ട് അങ്കുറിന്റെ പേരൻസിന്റെ ആനിവേഴ്സറി വരുന്നുണ്ട്, താൻ സർപ്രൈസ് പാർട്ടി വെച്ചിട്ടുണ്ടെന്ന്, അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്ന്. പ്രബ്ലീൻ അതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്തരയ്ക്ക് എല്ലാം ഓർമ്മയുണ്ട്. ആ പാർട്ടിക്കിടെയാകട്ടെ പ്രബ്ലീനെ ദേഷ്യപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്തരയാകട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അങ്കുർ അന്ന് തന്നെ പ്രപ്പോസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇന്ന് ഞാൻ നിന്നെ മാരേജ് ചെയ്യാൻ തയ്യാറാണെന്ന് തുറന്നു പറയുന്നു. എല്ലാവരും അവർ ഒരുമിച്ചതിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്നാൽ പ്രബ്ലീനാകട്ടെ ആകെ ഷോക്കിലാണ്. ഇവർ ഉടനെ തന്നെ മാരേജ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഇരു വീട്ടുകാരും പെട്ടെന്ന് തന്നെ സംസാരിച്ചിട്ട് സ്കോട്ട്ലൻഡിൽ വെച്ചിട്ട് ഇവരുടെ വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു. അവിടെയായിരുന്നു അന്തരയുടെ പേരൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ അന്തരയാകട്ടെ എല്ലാവരോടും പറയുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ പ്രബ്ലീനെയും താൻ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുവെന്ന്. പ്രബ്ലീനെയും അവളുടെ ഫാമിലിയെയും നമ്മൾ കൊണ്ടുപോകണം. അവൾ ഇപ്പോൾ ഞങ്ങളുടെ നല്ല ഫ്രണ്ടാണെന്നും പറയുന്നു. പ്രബ്ലീന്റെ മുമ്പിൽ വെച്ച് തന്നെ അങ്കുറിനെ വിവാഹം കഴിക്കാനായിരുന്നു അന്തരയുടെ തീരുമാനം. കാരണം ഇവരെ തമ്മിൽ അകറ്റാൻ പ്രബ്ലീൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിന് പകരം വീട്ടാനായിരുന്നു അവളുടെ പ്ലാൻ. ഇവർ രണ്ടുപേരും പിന്നീട് മാറിയിരുന്ന് സംസാരിക്കുന്നു. നിന്റെ പ്ലാനിങ് എന്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പ്രബ്ലീനോട് അന്തര പറയുന്നു. നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ കോമ്പറ്റീഷൻ നടത്താമെന്നാണ് പ്രബ്ലീനും പറയുന്നത്. അങ്കുറിന്റെ ഉള്ളിലുള്ള പ്രണയമെല്ലാം തന്നെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്ന് തനിക്ക് അറിയാമെന്നും താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്കുർ തന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നും പ്രബ്ലീൻ പറയുന്നു. ഒരു ചലഞ്ചിന് താൻ റെഡിയാണെന്ന് അന്തര പറയുകയാണ്. അങ്കുർ പഴയ അങ്കുറല്ല എന്നും അവനിപ്പോൾ തന്നെയാണ് സ്നേഹിക്കുന്നതെന്നും അന്തര പറയുന്നു. എന്തായാലും ഇവർ രണ്ടുപേരും കോമ്പറ്റീഷനിലാണ്. ആർക്കാണ് അങ്കുറിനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. വിവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സ്കോട്ട്ലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്തര പറഞ്ഞിട്ട് രഹാനാകട്ടെ രാജീവ് എന്ന് പറയുന്ന ഒരാളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഈ രാജീവ് കുറേയായിട്ട് നമ്മുടെ പ്രബ്ലീനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് അറിയാത്ത ആളാണെന്ന് കരുതിയിട്ട് അവൾ ഫോൺ എടുക്കാതിരുന്നതാണ്. അവളുടെ മെമ്മറി നഷ്ടപ്പെട്ട കൂട്ടത്തില് രാജീവുമായിട്ടുള്ള അവളുടെ ബന്ധവും പ്രബ്ലീൻ മറന്നിട്ടുണ്ടായിരുന്നു. അങ്കുറുമായിട്ട് ഡിവോഴ്സ് ആയ ശേഷം പ്രബ്ലീനും രാജീവും കുറച്ച് നാളായിട്ട് ഡേറ്റിംഗിലായിരുന്നു. എന്നാൽ ആക്സിഡന്റിന് ശേഷം പല കാര്യങ്ങളും മറന്ന കൂട്ടത്തില് രാജീവിന്റെ കാര്യം അവൾ മറന്നുപോയി. രാജീവിന് പ്രബ്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഇഷ്ടമാണ്. വർക്കിന്റെ ആവശ്യമായിട്ട് പുറത്തേക്ക് പോയ സമയത്തായിരുന്നു ഈ ആക്സിഡന്റ് എല്ലാം തന്നെ. അതുകൊണ്ട് ആക്സിഡന്റ് സമയത്ത് അവൻ ഇവിടെ എത്താനും പറ്റിയില്ല. ഇവളെ കോൾ ചെയ്തിട്ട് ഇവൾ എടുത്തിട്ടുമില്ല. രഹാൻ ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു കൊണ്ട് തന്നെ രാജീവിനെ അവൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ തനിക്ക് ഇയാളെ അറിയില്ല എന്നാണ് പ്രബ്ലീൻ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പൊ എന്തായാലും വിവാഹം അറ്റൻഡ് ചെയ്യാൻ പോകാമെന്ന് അന്തര പറയുന്നു. രാജീവിനെയും അവൾ കൂടെ കൂട്ടുന്നു. പ്രബ്ലീൻ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം അന്തര രാജീവിനെയും കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചത്. അങ്ങനെ അവിടെ എത്തി അവരെല്ലാവരും തന്നെ അവരുടെ റൂമുകളിലേക്ക് പോകുന്നുണ്ട്. രാജീവ് ആകട്ടെ പ്രബ്ലീനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പ്രബ്ലീൻ ആകട്ടെ ആകെ ഇമോഷണൽ ആയിട്ട് വന്നിട്ട് അങ്കുറിനോട് പറയുന്നുണ്ട് എനിക്ക് തന്റെ ഹെൽപ്പ് ആവശ്യമാണെന്ന്. കൂടെയുള്ള എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്. ആ രാജീവിനെ എനിക്ക് അറിയുക പോലുമില്ല. അവനാകട്ടെ ഞാനും അവനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ മറന്നുപോയ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അങ്കുറിനോട് പറയുമ്പോൾ അങ്കുർ പറയുന്നുണ്ട് അതൊന്നും നീ ഓർക്കാത്തത് തന്നെയാണ് നല്ലതെന്ന്. ഞാനിതൊക്കെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ദൈവമായിട്ട് തന്നെ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നിരിക്കുന്നു. അതെല്ലാം നീ മറന്നുപോയല്ലോ. എന്നാൽ അവനിപ്പോഴും തന്നെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പ്രബ്ലീൻ അവന്റെ വായിൽ നിന്ന് തന്നെ കേട്ടതുകൊണ്ട് അവന്റെ മനസ്സിൽ ഇപ്പോഴും താൻ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രബ്ലീൻ ആകട്ടെ വീണ്ടും അവനെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അന്നേരം അവന് വേണ്ടിയിട്ട് ബ്രൈറ്റ് കളറിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ പ്രബ്ലീൻ പറയുന്നുണ്ട് ഇവൻ ഇങ്ങനത്തെ കളർ ഇഷ്ടമല്ല എന്ന്. എന്നാൽ പണ്ടത്തെ അങ്കുറല്ല ഇപ്പോഴത്തെ അങ്കുറെന്ന് അന്തര പറയുന്നു. അവള് വാങ്ങിച്ചു കൊടുത്ത ആ ഡ്രസ്സ് അവനിടുന്നുണ്ട്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് പ്രബ്ലീൻ ആകട്ടെ സെയിം ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നു. ഇപ്പൊ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കപ്പിളാണെന്ന് തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ അന്തരയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ പ്രബ്ലീനെ കാണാനില്ല. എല്ലാവരും തന്നെ അവളെ അന്വേഷിച്ച് നടപ്പായിരുന്നു. ഡോക്ടർ ഓൾറെഡി തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവളുടെ ഓർമ്മ ചെറുതായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവൾ ആകെ സ്ട്രെസ് ആയിട്ട് പലയിടത്തേക്ക് ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ടെന്നും ആകെ ബ്ലാക്ക് ഔട്ട് ആകുമെന്നും. കാരണം എല്ലാവരും ആകെ ടെൻഷനിലാണ്. അങ്ങനെ അവർ നോക്കുമ്പോഴാകട്ടെ അവളൊരു നദിക്കരയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. എല്ലാവരും ചേർന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആകെ സ്ട്രെസ്സിലായിട്ട് നിൽക്കുകയായിരുന്നു അവള്. ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എന്താ നടന്നതെന്ന് തനിക്ക് ഓർമ്മയില്ല എന്നും ബോധം വരുമ്പോൾ താൻ അവിടെ നിൽക്കുകയാണെന്നുമാണ് അവള് പറയുന്നത്. തനിക്ക് റൂമിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു. കുറച്ചുനേരം എന്റെ അടുത്ത് വന്ന് ഇരിക്കുമെന്ന് അങ്കുറിനോട് അവൾ ചോദിക്കുന്നു. അവളുടെ കണ്ടീഷൻ കണ്ടപ്പോൾ അന്തരയ്ക്കും ദയ തോന്നി. എന്നാൽ ഇതെല്ലാം അവളുടെ അഭിനയമാണെന്ന് അവളുടെ ആക്ഷനിൽ നിന്ന് അന്തരയ്ക്ക് മനസ്സിലായി. അവളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കണ്ണിറുക്കി കാണിക്കുകയും ചെയ്യുന്നുണ്ട്
ചെയ്യുന്നുണ്ട് പ്രബ്ലീൻ. സ്വന്തം ഹെൽത്ത് കണ്ടീഷൻ പോലും അവൾ ഇങ്ങനെ കോമ്പറ്റീഷന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടിട്ട് അന്തരയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. റൂമിലെത്തി കഴിയുമ്പോൾ അങ്കുറുമായിട്ട് അവൾ കുറെ നേരം ഇരുന്ന് സംസാരിക്കുന്നു. പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് പ്രബ്ലീൻ അവനെ കിസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് പെട്ടെന്ന് മാറുന്നു. കാരണം അവന്റെ മനസ്സിൽ ഇപ്പോൾ അന്തര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രബ്ലീൻ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ അവൻ മറന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഫാമിലീസ് ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കുന്ന സമയത്തും പ്രബ്ലീൻ ആകട്ടെ മാക്സിമം അന്തരയെ തരം താഴ്ത്താനും അങ്കുറിനെ കൂടുതൽ അറിയാവുന്നത് തനിക്കാണെന്ന് കാണിക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം തന്നെ അന്തര ഈസിയായിട്ട് തരണം ചെയ്യുന്നു. അവസാനം ഇവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് അന്തരയുടെ പേരൻസിനോട് പ്രബ്ലീൻ പോയി സംസാരിക്കുന്നുണ്ട്. അവരോട് കൂടുതൽ കൂട്ടുകൂടുകയും അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്, അങ്കുർ ഒരു തവണ ഡിവോഴ്സ് ചെയ്തതല്ലേ, അതുകൊണ്ട് അവൻ ഇനിയും ഡിവോഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. ഞങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒരു തവണ വിവാഹം ചെയ്ത് ഡിവോഴ്സ് ചെയ്ത അവൻ ഇനിയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്തരയുടെ പേരൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അന്തരയുടെ പേരൻസ് അന്തരയോട് പറയുന്നുണ്ട് ഒരു ഡീല് വെക്കുന്നത് നല്ലതാണെന്ന്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇവൻ നിന്നെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഹാഫ് പ്രോപ്പർട്ടി എങ്കിലും നിനക്ക് കിട്ടുന്ന രീതിയിൽ എഴുതി വെക്കണം, അതിൽ സൈൻ ചെയ്യാൻ അവനോട് പറയണം. എന്നാൽ അതൊന്നും ശരിയല്ല എന്ന് അന്തരയും അവളുടെ സഹോദരനും പറയുന്നു. തനിക്ക് അവനെ പൂർണ്ണ വിശ്വാസമാണെന്ന് അന്തര പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ അങ്കുർ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്കുർ ഇതെല്ലാം കേട്ടു എന്ന് മനസ്സിലാക്കിയതും അന്തരയും ആകെ വിഷമത്തിലായി. അവൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് തനിക്ക് കുറച്ച് സമയം വേണം, ഇപ്പൊ തന്നെ ഒറ്റയ്ക്ക് വിടാൻ. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് പ്രബ്ലീൻ ചിരിക്കുകയായിരുന്നു. ഇതിലും അവളുടെ കൈയുണ്ടെന്ന് അന്തരയ്ക്ക് മനസ്സിലായി. പിറ്റേന്ന് അവരുടെ സംഗീത ഫംഗ്ഷൻ ആയിരുന്നു. അന്തരയും പ്രബ്ലീനും നേർക്ക് നേർ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അങ്കുറാകട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അന്തരയോടും അന്തരയുടെ പേരൻസിനോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലെ ടെൻഷനും വിഷമമൊക്കെ തനിക്ക് മനസ്സിലാകും, എവിടെ വേണമെങ്കിലും താൻ സൈൻ ചെയ്യാൻ തയ്യാറാണെന്ന്. തന്റെ മാരേജ് ആദ്യം തകരുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, എന്നാൽ അത് തകർന്നു. പക്ഷെ അതിനുശേഷവും രണ്ടാമത് ഒന്നുകൂടി തനിക്കൊരു ചാൻസ് കിട്ടുമെന്നും താൻ ഇത് ഡിസേർവ് ചെയ്യുമെന്നും താൻ വിചാരിച്ചതല്ല. എന്നാൽ അന്തര തന്റെ ലൈഫിലേക്ക് വന്നു. ഈ ഒരു സിറ്റുവേഷനിൽ പോലും പ്രബ്ലീൻ തന്നെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് തന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ വരെ എത്തി. അവളുടെ മനസ്സ് വളരെയധികം വലുതാണെന്നും അവളുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നിൽക്കാൻ പോലും തനിക്ക് കഴിയില്ലായിരിക്കും. രണ്ടാമതൊരു നല്ല മാരീഡ് ലൈഫ് താൻ ഡിസേർവ് ചെയ്യുന്നു എന്ന് തനിക്ക് തോന്നിയത് തന്നെ അന്തര കാരണമാണ്. അതുകൊണ്ട് അന്തരയില്ലെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട, പ്രോപ്പർട്ടി ഒന്നും തന്നെ എനിക്ക് വലുതല്ല, എനിക്ക് വലുത് അന്തരയാണെന്നും അവൻ പറയുന്നു. അവന്റെ മനസ്സിലെ എല്ലാ സ്നേഹവും അവൻ അന്തരയോട് തുറന്നു പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രബ്ലീൻ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തനിക്കിനി ഒരിക്കലും അവനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കി. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് ആ ഒരു മൊമെന്റ് ആഘോഷിക്കുന്ന സമയത്ത് നല്ലപോലെ മദ്യപിച്ചിട്ട് പ്രബ്ലീനും അവിടെ കിടന്ന് ഡാൻസ് ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് അവൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ചേർന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്കുർ ആകെ ടെൻഷനിലായിരുന്നു. ആ സമയത്ത് അന്തരയാകട്ടെ തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്കുറിനെ വിളിച്ചിട്ട് പ്രബ്ലീനും താനും തമ്മിൽ നടത്തിയ കോമ്പറ്റീഷന്റെ കാര്യമെല്ലാം പറയുന്നു. പ്രബ്ലീൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നുള്ള കാര്യവും പറയുന്നു. ഇത് കേട്ട് അങ്കുർ ആകെ ഷോക്കിലായി. അവൾ തന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നതാണെന്നാണ് അവൻ വിചാരിച്ചത്. മാത്രമല്ല അവളുടെ കൂടെ ചേർന്നിട്ട് കോമ്പറ്റീഷനിൽ നിന്നിരിക്കുന്നു അന്തര. അവളും നീയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് അവൻ ചോദിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നു നിൽക്കുകയായിരുന്നു അങ്കുർ. അന്ന് നീ എന്നെ ആനിവേഴ്സറി പാർട്ടിയിൽ വെച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്തത് പോലും അവളോടുള്ള കോമ്പറ്റീഷന്റെ ഭാഗമായിരുന്നു എന്ന് ചോദിക്കുന്നു. എല്ലാം തന്നെ ഫേക്ക് ആയിരുന്നു, എല്ലാം തന്നെ അഭിനയമായിരുന്നു എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അതേസമയം അവനാകട്ടെ പ്രബ്ലീന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ ഉറക്കത്തിൽ ഓരോ കാര്യങ്ങൾ പിച്ചുമ്പയും പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ വിവാഹം നടന്നതിനെ പറ്റിയും ഇവരുടെ കുഞ്ഞു നഷ്ടപ്പെട്ടതിനെ പറ്റിയെല്ലാം തന്നെ അവൾ പറയുന്നുണ്ട്. അവൾക്ക് ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു തുടങ്ങിയിരിക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറായി അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴാകട്ടെ അന്തരയുടെയും അങ്കുറിന്റെയും വിവാഹം ക്യാൻസൽ ആയിരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ തന്റെ ഓർമ്മ മുഴുവൻ തിരിച്ചു കിട്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലായ പ്രബ്ലീനാകട്ടെ അങ്കുറിനോട് വന്ന് സോറി പറയുന്നു. താനിതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ നീ എല്ലാം നശിപ്പിച്ചു എന്ന് അങ്കുർ പറയുന്നു. നിനക്കെന്റെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നല്ലേ പറഞ്ഞത്, വാ നമുക്ക് വീണ്ടും വേണമെങ്കിൽ കല്യാണം കഴിക്കാം. ഒരു തവണ നമ്മൾ കല്യാണം കഴിച്ചതാണ്. പേരൻസിന്റെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചിട്ട് പോലും നമുക്കിടയിൽ ഒന്നും ശരിയല്ലായിരുന്നു, ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമുക്കിടയിൽ കോമൺ ആയിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പരസ്പര ശത്രുക്കളെ പോലെയായിരുന്നു നമ്മൾ ആ വീട്ടിൽ താമസിച്ചിരുന്നത്. വീണ്ടും അതൊക്കെ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവളോട് അവൻ ചോദിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്ന സ്ഥിതിക്ക് അവളും അങ്ങനൊരു ലൈഫ് വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ അന്തരയോട് സോറി പറയാൻ തയ്യാറാണെന്നും നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം ഇവിടെ വെച്ച് തന്നെ നടക്കണമെന്നും അവൾ പറയുന്നുണ്ട്. ഇനിയും സമയം വൈകിട്ടില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോകണം. ഒരു തവണ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടതാണ്, ഒരു തവണ കൂടി ഇനി അത് നഷ്ടപ്പെടാൻ പാടില്ല, അതുകൊണ്ട് തന്റെ വാക്ക് കേട്ടിട്ട് തന്റെ കൂടെ വരണമെന്ന് പ്രബ്ലീൻ പറയുന്നു. അങ്ങനെ അവര് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അന്തരെ കാണുകയും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവളോട് മാപ്പ് പറയുകയും ചെയ്യുകയാണ് പ്രബ്ലീൻ. മാത്രമല്ല അങ്കുറിന്റെ സൈഡിൽ നിന്നുകൊണ്ട് തന്റെ എക്സ് ഹസ്ബൻഡിന്റെ വധുവാകാൻ നീ തയ്യാറാണോ എന്ന് അവൾ ചോദിക്കുകയും ചെയ്യുന്നു. എല്ലാ ഇഷ്യൂസും സോൾവ് ആയ സ്ഥിതിക്ക് ആ വിവാഹത്തിന് വീണ്ടും അന്തര സമ്മതിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് അങ്കുറിന്റെയും അന്തരയുടെയും വിവാഹം ഗ്രാൻഡ് ആയിട്ട് നടത്തുന്നു. പ്രബ്ലീന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന രാജീവ് അവളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തി. അങ്കുറിന് ശേഷം തന്നെ സഹിക്കാൻ പറ്റിയ ഒരു വ്യക്തി രാജീവ് തന്നെയാണെന്നുള്ള കാര്യം പ്രബ്ലീൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.